സീനോ എന്തൊക്കെയായി കാണുന്നേ? അതൊക്കെ കട്ടി സംസ്കാരത്തിന് നിരക്കാത്ത ഓരോ സീനുകൾ വെച്ചോളും. അപ്രൂവ്ഡ് 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 റിജക്റ്റഡ്. സാർ, ഈ ജനനായകൻ എന്ന് പറയുന്ന സിനിമയുടെ റിലീസിനെ പറ്റി എല്ലാരും ചോദിക്കുന്നുണ്ട്. ആ പടം ഇതുവരെ റിലീസായില്ലേ? ശരി. വിജയ് എന്ന് പറഞ്ഞ നടന്റെ അവസാനത്തെ പടമല്ലേ? പുള്ളി ഏതോ പാർട്ടിയൊക്കെ തുടങ്ങി അടുത്ത ഇലക്ഷനൊക്കെ നിൽക്കാൻ പോവല്ലേ? അപ്പോൾ ആ ഒരു പടത്തിന്റെ റിലീസ് എന്ന് പറയുന്നത് ഏകദേശം മിക്കവാറും ആ ഒരു സമയത്തായിരിക്കും. മനസ്സിലായോ? ഓ, ഇപ്പോ ഏകദേശം മനസ്സിലായി സാർ. സാർ, ഈ ഹൗസ്ഫുൾ 5 എന്ന് പറയുന്ന മൂവിക്ക് സാർ യൂബാറെ സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുന്നത് തെറ്റിപ്പോയതാണോ? എന്ത്? അല്ല സാർ, ആ പടത്തിന് ഒരു എ സർട്ടിഫിക്കറ്റ് അല്ലേ കൊടുക്കണ്ടേ? അല്ല, അതൊരു ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയ ഒരു ഫാമിലി ഫ്രണ്ട്ലി പടമാണ്. അതുകൊണ്ടാണ് അതിന് UA കൊടുത്തത് കേട്ടോ. ആ പടം ഫാമിലി ആയിട്ടാ? സാർ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മുടെ പത്താൻ മൂവി ഇല്ലേ, ഷാരൂഖ് ഖാൻ നായകനായ, അതിൽ ദീപികയുടെ ഒരു ബിക്കിനി സീനില്ലേ, അത് ആദ്യം സാറൊന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ? അതെന്താ സാർ? അതിൽ ആ ബിക്കിനിയൊക്കെ കണ്ട് പിള്ളേർക്കൊക്കെ അതുപോലത്തെ കളറൊക്കെ വേണമെന്ന് പറഞ്ഞാൽ കിട്ടാൻ പാടാ. അപ്പം അത് കാണിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് കട്ട് ചെയ്യാൻ പറഞ്ഞതാ. ഓ, അപ്പോൾ അതോ സാർ? ഒരു കഥാപാത്രത്തിന് ദൈവത്തിന്റെ പേരോ? മാറ്റി പെട്ടെന്ന് തന്നെ മാറ്റി. സാർ, ഓപ്പൺ ഹൈമറിന്റെ സർട്ടിഫിക്കറ്റ് റെഡിയാണ്. സർട്ടിഫിക്കറ്റ് അല്ലേ കൊടുത്തേക്കുന്നത്? അതെ സാർ. പിന്നെ അതിനകത്തൊരു ലേഡി ഒരു ചെയറിലിരിക്കുന്ന സീനുണ്ട്. അതിന് തുണിയില്ല. അതുകൊണ്ട് അവരോട് അതിനൊരു തുണി ഇട്ട് കൊടുക്കാൻ പറയണം കേട്ടോ. അല്ല സാർ, ഇത് എ സർട്ടിഫിക്കറ്റ് അല്ലേ? അതിന് ഒന്നുമില്ലേ? പോയി അവരോട് തുണി ഇടിപ്പിക്കാൻ പറയടേ. സാർ, കേരള സ്റ്റോറി പോലൊരു സിനിമയ്ക്ക് നമ്മളൊരു വാണിംഗ് എങ്കിലും കൊടുക്കണ്ടേ? എന്തിന്? അല്ല, റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കഥയാണെങ്കിലും അത് ഭയങ്കര എക്സാജറേറ്റഡും കുറച്ച് മാനിപ്പുലേറ്റഡ് ഫാക്ട്സും ആണ് അതിൽ കാണിക്കുന്നത്. അതൊരു സിനിമയല്ലേ, അതിനെ അങ്ങനൊക്കെ കണ്ടാൽ മതിയെന്ന് പറയാം എല്ലാരോടും. സാർ, എമ്പുരാൻ സിനിമയ്ക്ക് 24 കട്ട്സ് ഉണ്ടോ? ഉണ്ട്. അത് മൊത്തം മിസ്ലീഡിങ് ഫാക്ട്സാ കാണിച്ചേക്കുന്നത്. അല്ല സാർ, ഇത് സിനിമയല്ലേ, സിനിമയെ അങ്ങനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞാൽ പോരെ? ഒരു ഭാരത ഉൽപ്പന്നം എന്ന് പറഞ്ഞൊരു പടം വന്നിട്ടുണ്ട്. അതിന്റെ ആളുകളോട് പിടിച്ചിട്ടേ ആ ഭാരതം എന്ന് അതിനകത്തൊന്ന് അങ്ങ് മാറ്റാൻ പറ കേട്ടോ. അപ്പൊ സാർ, നമ്മുടെ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞ പടത്തിന്റെ പേരൂടെ മാറ്റാൻ പറയട്ടെ? എന്തിന്? അല്ല, ഭാരതം ഇന്ത്യ നീ പറഞ്ഞ പണിയങ്ങ് ചെയ്താൽ മതി കേട്ടോ. സാർ, പഞ്ചാബ് 95 എന്ന് പറയുന്ന പടത്തിന്റെ എഡിറ്റർ വിളിച്ചായിരുന്നു. എന്താ, നിനക്ക് വല്ല റീല് വല്ലതും എഡിറ്റ് ചെയ്യാനുണ്ടോ? അതല്ല, നമ്മളൊരു 125 കട്ട് കൊടുത്തായിരുന്നേ. അത് റീ എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തോ? ആ പടം എഡിറ്റ് ചെയ്യാൻ പുള്ളി ആകെ 60 കട്ട ഇട്ടിട്ടുള്ളെന്നാ പറയുന്നത്. സാർ, ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ എന്ന് റിലീസാവും സാർ? ഇവിടെ ഇനി ഈ പടം കൂടെ റിലീസ് ചെയ്യാനുള്ളൂ. എല്ലാത്തിനും ഒരു ജനനായകൻ. അല്ല സാർ, അത് വിജയ് എന്ന് പറയുന്ന നടന്റെ അവസാന പടമായതുകൊണ്ട് എല്ലാരും ചോദിക്കുന്നുണ്ട് എന്ന് വരുമെന്ന്. അതെന്ന് വരുമെന്ന്? അതിനകത്ത് അഭിനയിച്ച കൊച്ചുണ്ടല്ലോ, എന്തോ അതിന്റെ പേര്? മാമീത. അത് അതിന്റെ ഓഡിയോ ലോഞ്ചിൽ സ്റ്റേജിൽ തന്നെ പാടിയിട്ടുണ്ടല്ലോ. സ്റ്റേജില്